കഴിഞ്ഞ ദിവസം പറഞ്ഞേ വാട്ട് ഈസ് യുവർ നെയിം അല്ലേ? വാട്ട് ഈസ് യുവർ നെയിമില് നെയിം നമ്മൾ പറഞ്ഞു അല്ലേ? നെയിമില് എന്തൊക്കെയാ പറഞ്ഞേ? കോമൺ ആയിട്ട് വരുന്ന കുറെ പേരുകൾ പറഞ്ഞു. പിന്നെന്താ പ്രോപ്പറായിട്ട് അല്ലേ? ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും വരുന്ന പേരുകളും പറഞ്ഞു. കോമൺ നൗണും മൊത്തത്തിൽ പേര് നമ്മൾ പറഞ്ഞു നൗണെന്ന് അല്ലേ? കോമൺ നൗണും പ്രോപ്പർ നൗണും പറഞ്ഞു. ഇന്നിവിടെ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട്. നോക്ക്. ആപ്പിൾ, APPLE, ആപ്പിൾ. ആപ്പിള് എന്ത് പേരായിരുന്നു? പ്രോപ്പർ നെയിം ആണോ? കോമൺ നൗണാണ്. ഇതാ BALL, ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ള പേരിൽ നിന്നല്ലേ അല്ലേ? ബുക്ക് കോമൺ ആയിട്ടുള്ള പേരില്ലേ? ചെയർ കോമൺ ആയിട്ടുള്ള പേരില്ലേ? കാറ്റ്, സിറ്റി, ടേബിൾ, ഹൗസ്, ട്രീ, ക്യാപ്, ഫ്ലവർ, ബോട്ടിൽ, ബാഗ്, ലാമ്പ്, സ്പൂൺ, നൈഫ്, വിൻഡോ, ലയൺ, ഫിഷ്, റിവർ, പാർക്ക്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള പേരാണ് അല്ലേ? കോമൺ ആയിട്ടുള്ള പേരുകളിൽ കൂടുതലും നമുക്ക് എങ്ങനത്തെയാണ്? നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ എന്നുള്ളതിന് ഒരു ആപ്പിൾ എന്ന് പറയത്തില്ലേ? ആപ്പിൾ ആണോ ആപ്പിൾ ആണോ? ആപ്പിൾ. ബോൾ എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ബോൾ എന്ന് പറയത്തില്ലേ അല്ലേ? ബുക്കിന് ബുക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് അല്ലേ? ബുക്കിന് വേണമെങ്കിൽ നമുക്ക് ബുക്ക് എന്ന് പറയത്തില്ലേ? ഇല്ല 1 ബുക്ക് എന്ന് പറയാവോ? 2 ബുക്ക് എന്ന് പറയാവോ? ഇല്ലേ? 1 ബുക്ക് എന്ന് പറയത്തില്ലേ? 2 ബുക്ക് എന്ന് പറയത്തില്ലേ? ചെയർ നമുക്ക് ചെയർ എന്ന് പറയത്തില്ലേ? കാറ്റ് എന്ന് പറയത്തില്ലേ? 2 കാറ്റ് പറയാവോ? 3 കാറ്റ് പറയാവോ? സിറ്റി സിറ്റി അല്ലേ? ടേബിൾ ടേബിൾ 5 ടേബിൾ 2 ടേബിൾ പറയത്തില്ലേ? ഹൗസ് ഇതിനെല്ലാം നമുക്ക് ഹൗസിന് നമുക്ക് ഹൗസ് പറയത്തില്ലേ? 1 ഹൗസ് പറയാവോ? 2 ഹൗസ് പറയാവോ? ട്രീ ട്രീ നമുക്ക് പറയത്തില്ലേ? 1 ട്രീ എന്ന് പറയത്തില്ലേ? 2 ട്രീ എന്ന് പറയത്തില്ലേ? ഫ്ലവർ ഫ്ലവർ പറയത്തില്ലേ? 2 ഫ്ലവർ പറയത്തില്ലേ? ബോട്ടിലോ? ബോട്ടിൽ അല്ലേ? 1 ബോട്ടിൽ. ബാഗ് ബാഗ് 1 ബാഗ്. ലാമ്പോ? ലാമ്പ്. സ്പൂണ് 1 സ്പൂൺ 2 സ്പൂൺ 3 സ്പൂൺ. നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? കത്തി അല്ലേ? നൈഫ് എന്ന് പറഞ്ഞാല് നൈഫ് പറയാമാണെങ്കിൽ ഒരു നൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1 നൈഫ് 2 നൈഫ് എന്നൊക്കെ പറയാം. വിൻഡോ പറയത്തില്ലേ? നൈഫ്. വിൻഡോ ഒരു വിൻഡോ 2 വിൻഡോ 2 വിൻഡോ. ലയൺ 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 1 ലയൺ. ഫിഷ് ഫിഷ് 2 ഫിഷ് 1 ഫിഷ്. റിവർ റിവർ 1 റിവർ 2 റിവർ. പാർക്ക് പാർക്ക് 1 പാർക്ക് 2 പാർക്ക്. എങ്ങനെ വേണേലും പറയത്തില്ലേ? ഇങ്ങനെ ഇത് എല്ലാത്തിനും ഒന്നെങ്കിൽ 1 എന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ന് പറയാം, ഇല്ലെങ്കിൽ 2 എന്ന് പറയാം. ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് എണ്ണാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ഉള്ളൂ. ആപ്പിൾ ആപ്പിൾ 2 ആപ്പിൾ 3 ആപ്പിൾ. അങ്ങനെ ആപ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാൻ പറ്റും. ബോളിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? 1 ബോൾ 2 ബോൾ 3 ബോൾ. ബുക്കിനെയോ കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? 1 ബുക്ക് 2 ബുക്ക്. ചെയറോ? ഇതെല്ലാം കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നെയിമാണ്. അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളാണ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളാണ്. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്താണെന്നറിയോ? കൗണ്ടബിൾ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് കൗണ്ടബിൾ എന്ന് പറയത്തില്ലേ? കൗണ്ടബിൾ നൗൺ. എന്താ? ഇപ്പൊ എണ്ണാൻ പറ്റുന്നത് 1 1 2 3 അങ്ങനെ എണ്ണാൻ പറ്റുന്ന നൗണുകളെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നു? കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് നൗണാ പഠിച്ചത്? കോമൺ ആയിട്ടുള്ള നൗൺ പഠിച്ചില്ലേ? ഈ കോമൺ ആയിട്ടുള്ള നൗണുകളിൽ ഒരുപാട് കൂടുതൽ നൗണുകളും എന്ത് ചെയ്യാൻ പറ്റും? എണ്ണാൻ പറ്റും. കോമൺ നൗണില് ഭൂരിഭാഗം നൗണുകളും എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. മനസ്സിലായോ? കോമൺ നൗൺ പറഞ്ഞില്ലേ? പൊതുവായിട്ട് പറയുന്ന പേരുകൾ നമ്മൾ പറഞ്ഞല്ലോ. അത് മനസ്സിലായോ? പൊതുവായിട്ടുള്ള പേരുകളില് അത് ആ കോമൺ നൗണിൽ ഒരു ഭാഗം ഏതിൽ വരുന്നുണ്ട്? കൗണ്ടബിൾ എണ്ണാൻ പറ്റുന്നത് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ?
അപ്പൊ എണ്ണാൻ പറ്റുന്ന 1 അല്ലെങ്കിൽ എ 2 3 അങ്ങനെ എണ്ണാൻ പറ്റുന്ന നൗണുകളെ നമ്മൾ എന്താ വിളിക്കുന്നത്? കൗണ്ടബിൾ നൗൺ. മനസ്സിലായോ? നോക്കിയോ, ഇതെന്താ? അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശം അല്ലെ? ഉപദേശം. ഒരു ഉപദേശം, 2 ഉപദേശം, എ ഉപദേശം, എ അഡ്വൈസ്, ആൻ അഡ്വൈസ്, അങ്ങനെ പറയോ? പറയോ? ഇല്ല. ഇത് എണ്ണാൻ പറ്റുമോ? ഇല്ല. അറ്റൻഷൻ. അറ്റൻഷൻ എന്നാ ശ്രദ്ധ. ഇത് നമുക്ക് എണ്ണാൻ പറ്റുമോ? 1 അറ്റൻഷൻ, 2 അറ്റൻഷൻ, ആൻ അറ്റൻഷൻ, 2 അറ്റൻഷൻ എണ്ണാൻ പറ്റുമോ? നോക്ക് അടുത്തത്. എയർ, വായു. ആൻ എയർ, 1 എയർ, 2 എയർ, അങ്ങനെ നമ്മൾ എണ്ണുന്നുണ്ടോ? പറ്റുമോ? ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആൽക്കഹോൾ, 1 ആൽക്കഹോൾ, 2 ആൽക്കഹോൾ, 3 ആൽക്കഹോൾ എന്ന് പറയോ? പറയോ? ഇല്ല. അടുത്ത നോക്ക്. ആങ്കർ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നൗണുകളാണ്. ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലെ? ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലെ? ദേഷ്യം നമുക്ക് എണ്ണാൻ പറ്റുമോ? ആൻ ആങ്കർ എന്ന് പറയോ? ഒരു ദേഷ്യം. 1 ആങ്കർ എന്ന് പറയോ? 2 ആങ്കർ എന്ന് പറയോ? ഇല്ല. ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാല് കല. ആൻ ആർട്ട്, ഒരാർട്ട് എന്ന് പറയോ? 1 ആർട്ട് എന്ന് പറയോ? ഇല്ല. ഏജ്, പ്രായം. ആൻ ഏജ്, 1 ഏജ് എന്ന് പറയോ? 2 ഏജ് എന്ന് പറയോ? ഇല്ല അല്ലേ? അടുത്ത വുഡ്. വുഡ് എന്ന് പറഞ്ഞാൽ തടി. നമ്മൾ ട്രീക്ക് പറയും 1 ട്രീ, 2 ട്രീ, ഇല്ല ട്രീസ് എന്ന് പറയും. പക്ഷെ വുഡ് എന്ന് പറഞ്ഞാൽ തടി എന്ന് പറഞ്ഞാല് 1 തടി, 1 തടി, 2 തടി അങ്ങനെ പറയത്തില്ല. മൊത്തത്തിന് ബൾക്കായിട്ട് പറയുന്നതാണ് തടിന്ന്. ഓക്കെ, അപ്പോ തടി. നോക്ക്. ബ്രെഡ്. 1 ബ്രെഡ്, 2 ബ്രെഡ് എന്ന് പറയില്ല. നമ്മൾ പറയുന്നത് എങ്ങനെയാ? 1 പാക്കറ്റ് ബ്രെഡ്, അല്ലെങ്കിൽ 2 പാക്കറ്റ് ബ്രെഡ് എന്ന് പറയാം. പക്ഷെ 1 ബ്രെഡ്, 2 ബ്രെഡ് എന്ന് അങ്ങനെ ബ്രെഡിന് പറയാൻ പറ്റുമോ? അല്ലേ? ലൈറ്റ്നസ്, വെളിച്ചം. വെളിച്ചത്തിന് 1 വെളിച്ചം, 2 വെളിച്ചം എന്ന് പറയോ? സ്മോക്ക്, പുക. പുക. 1 പുക, 2 പുക, പുക. ശരിയാണോ? റൈസ്, അരി. റൈസ് എന്ന് പറഞ്ഞാൽ അരി. 1 അരി, 2 അരി നമ്മൾ എണ്ണുമോ? എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റുമോ? ഷുഗർ. ഇതൊക്കെ അരിയൊക്കെ എങ്ങനെയാണോ പറ്റുന്നത്? 1 ചാക്കരി, 2 ചാക്കരി എന്ന് പറയാം. ചാക്കിലാക്കിയാല് അല്ലേ? അല്ലാതെ എണ്ണാൻ പറ്റുമോ? 1 അരി, 2 അരി, അരി എന്ന് പറയോ? ഇല്ല. ഷുഗർ, പഞ്ചസാര. 1 ഷുഗർ, 2 ഷുഗർ, ഷുഗർ പറയോ? ഇല്ല. സാൾട്ട്. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഉപ്പ്, സാൾട്ട് പറയോ? 1 സാൾട്ട് പറയോ? പറയോ? അടുത്തത് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാല് വെള്ളം. വാട്ടർ നമ്മൾ പറയോ? വാട്ടർ എന്ന് പറയോ? 1 വാട്ടർ പറയോ? 2 വാട്ടർ പറയോ? വാട്ടർ നമ്മൾ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണം പറയാം 1 ബോട്ടിൽ ഓഫ് വാട്ടർ, 2 ബോട്ടിൽ ഓഫ് വാട്ടർ എന്ന് പറയാം അല്ലേ? ഓയില്. ഓയിലും അതുപോലെ തന്നെ അല്ലേ? ഓയിൽ, ആൻ ഓയിൽ എന്ന് പറയോ? ഇല്ല. പകരം 1 ഓയിൽ എന്ന് പറയോ? 2 ഓയിൽ എന്ന് പറയോ? ഗ്യാസ്. ഇത് ഗ്യാസ് എന്ന് പറയോ? 2 ഗ്യാസ് എന്ന് പറയോ? ഇല്ല. ഇതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മള് 1 2 3 അങ്ങനെ ഓരോന്നാക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വേണേ വിളിക്കാം? കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ കൗണ്ടബിൾ എന്ന് പറഞ്ഞു. കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിന് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ ആയിട്ടുള്ള എന്താണിത്? അൺകൗണ്ടബിൾ നൗൺസ്. എണ്ണാൻ പറ്റത്തില്ല അല്ലേ? ഇവിടെ കുറെ നൗണുകൾ നമുക്ക് എണ്ണാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തത് എണ്ണാൻ പറ്റത്തില്ല. അപ്പൊ എണ്ണാൻ പറ്റുന്നതിനെ കൗണ്ടബിൾ നൗണെന്നും എണ്ണാൻ പറ്റാത്തതിനെ അൺകൗണ്ടബിൾ നൗണെന്നും പറയുന്നു അല്ലേ? അത് മനസ്സിലായോ അല്ലേ? കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? ഏതൊക്കെ നൗണാ ആദ്യം പറഞ്ഞ നമ്മള്? മറന്നുപോയോ? കോമൺ, പൊതുവെ പറയുന്നത്. രണ്ടാമത്തത് പ്രോപ്പർ. കോമൺ നൗണും പ്രോപ്പർ നൗണും. അത് മനസ്സിലായിരുന്നോ? രണ്ടാമത്തതാണ് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. നോക്കിയോ, ഫസ്റ്റത്തെ നമ്മളെന്താ എഴുതിയേക്കുന്നത്? ആപ്പിൾ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഫ്രൂട്ടിന് പറയുന്ന പേരല്ലേ ആപ്പിളിന്? അപ്പൊ ഒരാപ്പിളിന് പറയണേ നമ്മൾ എന്ത് ചെയ്യണം? ആൻ ആപ്പിൾ. 1 എന്നുള്ളതിന് പകരം നമ്മള് ആൻ എഴുതി. എന്തിനാ ആൻ എഴുതിയേ? ആപ്പിളിന് എഴുതത്തില്ലായിരുന്നോ?
ഓക്കെ. ബോൾ എന്നുള്ളതിന് ഒരു ബോളിനുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? ആൻ ബോളിന് എഴുതത്തില്ലേ? പറ്റുമോ? ഒരു ബോളിനുള്ളതിന് സാധാരണ എഴുതുന്നത് എങ്ങനെയാ? എ ബോൾ അല്ലേ? ഓറഞ്ചിന് നമ്മൾ എ ഓറഞ്ച് എന്നാണോ ആൻ ഓറഞ്ച് എന്നാണോ എഴുതുന്നത്? എ ഓറഞ്ച് എന്നാണോ ആൻ ഓറഞ്ച് എന്നാണ്? അതെന്തിനാ അങ്ങനെ എഴുതുന്നേ? ഒന്ന് എന്ന് കാണിക്കാൻ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഒരെണ്ണം ഉള്ളതിന് മാത്രം ഒന്ന് കാണിക്കാൻ നമ്മൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നത്? എ അല്ലെങ്കിൽ ആൻ എന്ന് ഉപയോഗിക്കാം. എ ആണ് ഉപയോഗിക്കുന്നത് എവിടെയാ? ഇത് അൺകൗണ്ടബിൾ ആണോ കൗണ്ടബിൾ ആണോ? എണ്ണാൻ പറ്റുന്നതിൽ മാത്രല്ലേ ഇതിൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എയും ആനും ആവശ്യമുണ്ടോ? അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റത്തില്ല. എയും 1 എന്നും 2 എന്നും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന്റെ കൂട്ടത്തിലാണ് എ അല്ലെങ്കിൽ ആൻ. 1 അല്ലെങ്കിൽ 1 എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ 2, 3 അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് എഴുതുന്ന ഏത് നൗണിന്റെ കൂട്ടത്തിലാ? കൗണ്ടബിൾ നൗണിന്റെ കൂട്ടത്തിലാണ് എയും ആനും യൂസ് ചെയ്യുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കാൻ വേണ്ടിട്ടാ എ എന്ന് പറഞ്ഞാല് ഒരെണ്ണം 1 എന്ന് കാണിക്കാൻ എയും ആനും. ഇവിടെ 2 വാക്കുണ്ട്, ഒന്ന് എ 2 ആൻ. എപ്പോഴാണ് എ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ആൻ ഉപയോഗിക്കുന്നത് അറിയാവോ? ഇതാ ആപ്പിൾ. നമ്മള് വവൽസ് പറഞ്ഞു. എന്തായിരുന്നു വവൽസ്? എ ഇംഗ്ലീഷിലെ വവൽസ് എ ഇ ഐ ഒ യു. ഏതൊക്കെയാ? എ ഇ ഐ ഒ യു. ഈ വവൽസ് ഉണ്ടാക്കുന്ന സൗണ്ടുകൾ അറിയില്ലേ? ഇത്രയും അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ടുകൾ ഏതൊക്കെയായിരുന്നു? ആ ആ ആ ഇ എ ഐ ഒ. ഉ. ആ ഇ എ ഐ ഒ ഉ. ഇത്രയും അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ. ആ ഇയിലെ ആ അക്ഷരങ്ങളുടെ സൗണ്ടില് ഏതെങ്കിലും വാക്കുണ്ടോ നോക്ക്. ആപ്പിൾ. ആപ്പിൾ. ആപ്പിൾ എങ്ങനെയാ ഉച്ചരിക്കുന്നത്? ആന്ന് വന്നില്ലേ? അതുകൊണ്ടാണ് ആൻ ആപ്പിളിന് ഇട്ടെ. ബോൾ അങ്ങനത്തെ സൗണ്ട് ആ ഇയിൽ ഏതെങ്കിലും സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് എ ബോളിന് എഴുതി. ബുക്ക്. ബുക്ക്. ബു ബു. ഈ പറഞ്ഞ ഏതെങ്കിലും സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? ചെയറിലുണ്ടോ? അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരെണ്ണത്തിനെ കാണിക്കാൻ എഴുതാം. എ എഴുതാം. ഓറഞ്ച്. എന്നുള്ളതിന് നമ്മൾ എന്ത് എഴുതും? എ ആണോ ഒരു ഓറഞ്ച് കാണിക്കുന്നത്? എ ആണോ ആനാണോ വരുന്നത്? ആൻ. കാരണം എന്താ? ഓ ഓ ഓ. കണ്ടോ ഈ വാക്ക്, ഈ അക്ഷരങ്ങളിലെ ഈ സൗണ്ട് വന്നോ? അക്ഷരങ്ങളല്ല, ഈ സൗണ്ട് വന്നോ? ഓറഞ്ചിന് ഓ വന്നില്ലേ? യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് യു ഉണ്ടോ? യുവിനകത്തുണ്ടോ? വവലിന്റെ സൗണ്ട് ആണോ യു? ഇല്ല. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി തന്നെ പറയുള്ളൂ. യു ഉണ്ടോ? യൂണിവേഴ്സിറ്റി സ്പെല്ലിംഗ് എന്നാ? യു ആണ് ആദ്യം വരുന്ന ലെറ്റർ. എയിലെ യു ആണ് വരുന്നത്, പക്ഷെ സൗണ്ട് യു ആണ്. യാ സൗണ്ട് നമ്മുടെ വവൽ സൗണ്ടിൽ വരുന്നുണ്ടോ? ഓക്കെ. ഇതെന്താ വായിക്കുന്നത്? MLA. ഇത് എ ആണോ ആനാണോ വരുന്നത്? എങ്ങനെ വായിക്കുന്നത്? MLA. എന്നല്ലേ വായിക്കുന്നത്? ആദ്യത്തെ അക്ഷരം എന്താ വരുന്നത്? എ. നോക്ക്, ഈ ലെറ്ററിൽ ഏതെങ്കിലും അക്ഷരമാണോ? വവൽസിൽ ഏതെങ്കിലും സൗണ്ട് ആണോ? എ ഇതിനകത്ത് സൗണ്ട് ആണ്. അതുകൊണ്ട് AMLA എന്ന് പറയുമോ? ആൻ MLA എന്ന് പറയാം. ഫസ്റ്റത്തെ ലെറ്റർ ഏതാ? വവൽ ലെറ്റർ ആണോ ഉള്ളേ? അല്ലല്ലോ. വവൽ ലെറ്റർ ആണോ? അല്ല. പക്ഷേ ആന ഉപയോഗിക്കുള്ളൂ. കാരണം എം അല്ലേ? MP. MLA MP ഒക്കെ നമ്മൾ കേട്ടില്ലേ? MP എങ്ങനെ വായിക്കുന്നത്? എം അല്ലേ? വവലിലെ സൗണ്ട് അല്ലേ? എ സൗണ്ട് വന്നില്ലേ? അതുകൊണ്ട് MP എന്നുള്ളതിന് എ ആണോ ആനാണോ? ആൻ MP. മനസ്സിലായോ? എ ആണ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അതായത് സിമ്പിൾ ആയിട്ടേ ഉള്ളൂ, കാര്യമായിട്ടില്ല. ആൻ ഉപയോഗിക്കുന്ന എപ്പോഴാ? ഒന്നെന്ന് കാണിക്കാനാണ് 2 ഉപയോഗിക്കുന്നത്. ആൻ ഉപയോഗിക്കുന്ന എപ്പോഴാ? ഈ വവൽ സൗണ്ട് അല്ലേ, ഇംഗ്ലീഷിലെ വവൽസ് ഇല്ലേ, വവൽസിന്റെ സൗണ്ട് ആ ഇ എ ഐ ഉ ഓ ഇല്ല. ഈ നിങ്ങൾ മൊത്തം ഓർക്കുക. അതിൽ ഏതെങ്കിലും സൗണ്ട് വന്നാല് എന്തുപയോഗിക്കും? സൗണ്ട്. നമ്മൾ ഫസ്റ്റ് വരുന്ന സൗണ്ട് അതിൽ ഏതെങ്കിലും വന്നാൽ എന്തുപയോഗിക്കും?
ആൻ ഉപയോഗിക്കും. അല്ലാത്ത സമയത്ത് എ ഉപയോഗിക്കും. ഇതാണ് എന്ത്? ഇതാണ് കൗണ്ടബിൾ നൗൺ. അപ്പൊ കൗണ്ടബിൾ നമ്മൾ ഏതൊക്കെ നൗൺ പഠിച്ചു? നെയിംസിൽ ഏതൊക്കെ പഠിച്ചു? കോമൺ നൗണ്, പ്രോപ്പർ നൗണ്, കൗണ്ടബിൾ നൗണ്, അൺകൗണ്ടബിൾ നൗൺ. 4 മറക്കുവോ? മറക്കില്ല. സമയം 3 ആയോ?